അപ്പോൾ ഇന്നൊരു പായസക്കഥയാണ്. ഓണത്തിന് ലീവില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങളൊരു പായസത്തിൽ ഒതുക്കി. ആദ്യം തന്നെ രണ്ടുപേര് വെളിയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നായിരുന്നു. ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പാചകവും ഒക്കെ ആയിട്ട് അടുക്കളയിൽ നിന്ന് പായസം തയ്യാറാക്കാനുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് ആദ്യമേ കഴുകുന്നുണ്ട്. അതിന് ഈ 3 മുഖങ്ങൾ നോക്കി വെച്ച് ഇനി അങ്ങോട്ടുള്ള പകുതി വീഡിയോയിൽ ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടില്ലേ, അവരായി അവരുടെ പാടായി. അതൊക്കെ കഴിഞ്ഞപ്പോൾ 2 ഉൾമാർ ഉപ്പേരിയും കൊണ്ട് വന്നേ. പിന്നെ ആഹാരം മുഖ്യം ബിഗിലെന്നാണല്ലോ. അങ്ങനെ നിമിഷങ്ങൾക്കകം ഉപ്പേരിയൊക്കെ കാലിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ ഇനി പാചകത്തിലോട്ട് പോയാലോ. ആദ്യം തന്നെ നെയ്യ് ഒഴിച്ചിട്ട് സേമിയ വറക്കുമായിരുന്നു ചെയ്തത്. നമ്മൾ ഏകദേശം ഒരു 35 പേർക്കുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 1.5 കിലോ സേമിയ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതവിടെ റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് ഇപ്പുറത്ത് പാല് തിളപ്പിക്കാൻ വെക്കാമെന്ന് വിചാരിച്ച് 9 പേരുണ്ടായിരുന്നു ഈ പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും നല്ല ഉഷാറായിട്ട് നിന്നാണ് പാചകമൊക്കെ ചെയ്തത്. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുമ്പോൾ ഈ സ്റ്റൗ തന്നെ അങ്ങ് ഓഫായി പോകുമായിരുന്നു. പിന്നെ അത് കത്തിക്കണമെങ്കിൽ വെച്ചിരുന്ന പാത്രം നമ്മൾ മാറ്റിയിട്ട് വേണം അത് കത്തിക്കാനായിട്ട്. പായസം വെക്കുന്നുണ്ട്. നമ്മൾ സേമിയ വറക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ സേമിയ വറുത്തോണ്ടിരിക്കുന്നു, വെള്ളം ഇവിടെ ചൂടാവും. സേമിയ വറക്കുന്നു, വെള്ളം ചൂടാവും. അന്ന് നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഏകദേശം 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പാലൂടെ തിളപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് പാലൊക്കെ ഇപ്പോൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ ഒരു 7 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ പാലൊക്കെ തിളയ്ക്കാൻ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് പാത്രമൊക്കെ കഴുകാൻ പോയി. നാട്ടിലൊക്കെ ഈ സമയത്ത് നല്ല മഴയും കാര്യങ്ങളും ഒക്കെ. ഇവിടെ മാത്രം വെയിലിനൊരു ക്ഷാമവും ഇല്ല. എൻ്റെ പാത്രങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർ എന്നെ വിളിക്കാം. 9922. ഞാൻ മസിൽ പിടിച്ചിട്ട് തന്നെയാണ് നടക്കണത്. മസിൽ പിടിക്കുന്ന കാര്യമല്ല. അതെങ്ങനെ വെറുതെ അല്ല, എല്ലായിടത്തും അച്ചുകൊണ്ട് കൈ എത്രയെന്ന് പറഞ്ഞു. സേമിയ വറുത്തിട്ട് അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിന് തിളച്ച പാലിലോട്ട് ആഡ് ചെയ്യുവാണേ. സേമിയ വറുത്തപ്പോൾ കുറച്ച് നെയ്യ് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പാലിനകത്ത് ഇങ്ങനെ നെയ്യ് പൊങ്ങി കിടക്കുന്നത്. പിന്നെ പായസം അടി പറ്റാണ്ട് ഇളക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ അതിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നേ. എൻ്റെ ഭാഗത്തുനിന്ന് കുറയ്ക്കാണ്ട് ഞാനും പോയി കുറച്ച് നേരം ഇളക്കിയിട്ടുണ്ട്. അങ്ങനെ പായസമൊക്കെ ശരിയായപ്പോഴത്തേക്ക് നമുക്കിനി ലാസ്റ്റ് പാട്ടായിട്ടുള്ള മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പും കൂടെ വറുത്ത് തീർക്കാൻ പോകാം. അങ്ങനെ നമ്മുടെ പായസം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഈ വർഷത്തെ പായസം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ എല്ലാവരെയും വിളിക്കണം, കഴിക്കണം.